സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഏവർക്കും വന്ദനം. നമ്മുടെ ഭാരതീയ സംസ്കൃതി ആത്മീയ ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാണ്. 2 ഇതിഹാസങ്ങൾ, 4 വേദങ്ങൾ, 5 ഉപവേദങ്ങൾ, 6 വേദാന്തങ്ങൾ, 18 പുരാണങ്ങൾ, 64 കലകൾ, 108 ഉപനിഷത്തുകൾ, അങ്ങനെ അനേകം മഹത് ഗ്രന്ഥങ്ങളുടെ കലവറയാണ് നമ്മുടെ ഭാരതീയ സംസ്കൃതി, സനാതന ധർമ്മം. സനാതനം എന്നാൽ ഒരിക്കലും നശിക്കാത്തത്. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഈ ഭാരത സംസ്കൃതിയാണ് നമ്മുടെ ധർമ്മം പരിപാലിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിനും ആത്മീയ സാക്ഷാത്കാരത്തിനും ആയിട്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം അതിൻ്റെ തത്വങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. മാനവരാശിക്ക് ധർമ്മം പരിപാലിച്ച് ജീവിതം നയിക്കാൻ ഈ മനുഷ്യജന്മത്തിലൂടെ ജന്മസാക്ഷാത്കാരം സിദ്ധിക്കുവാനുമാണ് ആത്മസാക്ഷാത്കാരത്തിലൂടെ ജ്ഞാനം പകർന്നു തരുന്ന ഗ്രന്ഥങ്ങൾ. കേവലം ഒരു ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമല്ല നമ്മുടെ സനാതന ധർമ്മ തത്വങ്ങൾ. അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെയാണ് വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവൻ നമ്മുടെ തറവാടാണ്. നമ്മുടെ സനാതന ധർമ്മം മാത്രമാണ് ഇങ്ങനെ ഒരു തത്വം പഠിപ്പിക്കുന്നത്. ലോകം തന്നെ എൻ്റെ തറവാടാണ്. ആ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ് സനാതന ധർമ്മത്തിൻ്റെ ആപ്തവാക്യം. ഈ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ, അതേ തത്വത്തിൽ തന്നെ മനസ്സിലാക്കാൻ, അതേ ഡിഗ്രിയിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സംസ്കൃതം അത്ര അറിയാവുന്നതല്ല. പിന്നെ അതിൻ്റെ പരിഭാഷയും പരിവർത്തനങ്ങളും നമുക്ക് ഉണ്ടെങ്കിലും അതിലൂടെ കിട്ടുന്ന ജ്ഞാനം നമ്മൾ യഥാർത്ഥത്തിലുള്ള സംസ്കൃതത്തിലുള്ള കൃതി വായിക്കുമ്പോൾ കിട്ടുന്നതല്ല. അമ്പലപ്പുഴ പാൽപ്പായസം, എനിക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം ആവില്ല. അതുകൊണ്ട് ആ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ കൃതി വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആസ്വാദന രസം അതിൻ്റെ തർജ്ജമയിൽ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശം ഗ്രഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ ഉപനിഷത്തിൻ്റെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം സാരാംശം ആറ്റിക്കുറുക്കിയെടുത്ത് ശുദ്ധമായ മലയാളത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു മഹാകാവ്യമുണ്ട്. അതാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന എന്നാൽ ജ്ഞാനവും പാനയും 2 അക്ഷരങ്ങൾ, 2 വാക്കുകളാണ് അതിനകത്തുള്ളത്. പാന എന്നാൽ ഈരടികൾ എന്നാണ് അർത്ഥം. കവി ഉദ്ദേശിച്ചത് ഈരടികൾ എന്നാണ്. ജ്ഞാനം എന്നാൽ ഈ ശരീരമല്ല ഞാൻ, എന്നുള്ളിൽ വസിക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന തത്വം മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. അതറിയുന്നവൻ ജ്ഞാനി. നമ്മളെല്ലാം വർഷങ്ങളായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ശരീരമാണ് ഞാൻ എന്നാണ്. എന്നാൽ അതല്ല, എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ. എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യത്തിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ചൊല്ലി വിളിക്കാം. അതിന് ബ്രഹ്മമെന്നോ ബോധമെന്നോ ഇനി വേറെ നല്ല ആത്മാവെന്നോ എന്ത് വേണമെങ്കിലും പേര് ചൊല്ലി വിളിക്കാം. പക്ഷെ അതാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമല്ല. ഈ ഞാൻ ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാകും. അതിന് ജനനമില്ല, മരണമില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകുന്നു. അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ജനനമെന്നും മരണമെന്നും പറയുന്നത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ യുഗമാണ്, കഴിഞ്ഞ ജന്മമാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ജന്മത്തിലും അവിടെ ഉണ്ടായിരുന്നു,
കഴിഞ്ഞ ജന്മത്തിലും ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ യുഗത്തിലും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മം സത്യമാണ്. എന്നുള്ളിൽ വസിക്കുന്ന ആ ചൈതന്യം, അതിനെ നിങ്ങൾ ബ്രഹ്മമെന്നോ ബോധമെന്നോ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും അതാണ് സത്യം. അതിന് ജനനമില്ല, മരണമില്ല. അത് ഇന്നും ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, നാളെയും ഇവിടെ ഉണ്ടാകാം. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകും. ഇന്നലെ എന്ന് പറഞ്ഞാൽ യുഗങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം 4 യുഗങ്ങളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇപ്പോൾ കലിയുഗം. ആദ്യത്തെ യുഗമായ സത്യയുഗം, അതായത് കൃതയുഗം 4800 വർഷം. 4800 വർഷം എന്ന് പറഞ്ഞാൽ 4800 ദേവവർഷമാണ്. നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ 360 വർഷം കഴിയുമ്പോഴാണ് ഒരു വർഷമായിട്ട് ദേവന്മാർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 4800 വർഷമാണ് ഹൃദയയുഗം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൃദയയുഗം എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത്. 4800 ഗുണം 360. അതുകൂടാതെ അടുത്തത് ദ്വാപരയുഗം, ത്രേതായുഗം. ഹൃദയയുഗത്തില് കൃത എന്ന് പറഞ്ഞാൽ 4, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, 4 അവതാരങ്ങളുണ്ടായ യുഗം. ആ യുഗം 4800 ദേവവർഷങ്ങളായിരുന്നു. 4800 ദേവവർഷം എന്ന് പറയുമ്പോൾ 4800 ഗുണം 360, അത്രയും വർഷങ്ങൾ സത്യയുഗം ഉണ്ടായിരുന്നു, അതായത് ഹൃദയയുഗം. പിന്നെ വന്നതാണ് ത്രേതായുഗം. ത്രേതായുഗം 3 അവതാരങ്ങളുണ്ടായിരുന്നു. പരശുരാമൻ, ശ്രീരാമൻ, പിന്നെ വാമനനും വന്ന സമയം. അങ്ങനെ 3 അവതാരങ്ങൾ വന്ന ത്രേതായുഗം 3600 വർഷം. 3600 വർഷം ഗുണം 360. അതിനുശേഷം ദ്വാപരയുഗം, 2 എന്ന് പറയുന്നത് ധർമ്മത്തിന് 4 പാദങ്ങളുണ്ട്. അപ്പോൾ ഹൃദയയുഗത്തിൽ 4 ധർമ്മമായിരുന്നു. എന്നാൽ ത്രേതായുഗത്തിൽ 3 പാദമേ ധർമ്മമുള്ള, 1 അധർമ്മമായിരുന്നു. ദ്വാപരയുഗത്തിൽ 2 2 ധർമ്മവും 2 അധർമ്മവും. കലിയുഗത്തില് 3 ഭാഗവും അധർമ്മമാണ്, 1 ഭാഗമേ ധർമ്മമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഇന്ന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധർമ്മമാണ് എവിടെയും വിളയാടുന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങൾ ഈ ഭൂമിയിൽ നമ്മളുടെ ഈ ആത്മാവ് ഉണ്ടായിരുന്നു. ഈ 4 യുഗങ്ങൾക്ക് മുന്നേ, 4 യുഗങ്ങൾ കൂടുമ്പോൾ ചതുർയുഗം എന്ന് പറയുന്നു. അങ്ങനെ 71 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് ഒരു മന്വന്തരമാവുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ഒരു കൽപ്പമാകുന്നു. ഈ ഒരു കൽപ്പം ആണ് ബ്രഹ്മാവിന്റെ ആയുസ്. അതിനുശേഷം ബ്രഹ്മാവിന്റെ പുതിയ അവതാരങ്ങൾ വരുന്നു. ഈ ബ്രഹ്മാവിന് മാറി അടുത്ത ബ്രഹ്മാവിന്റെ അവതാരം നടത്തുന്നു. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഇത്രയും 4800, 3600, 2400, 1200 ഇങ്ങനെയുള്ള ഗുണം 3360 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 12 കോടി വർഷം കഴിഞ്ഞു. ഈ 12 കോടി വർഷങ്ങൾക്ക് മുമ്പും ഈ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ചൈതന്യം 12 കോടി വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലെയും സാരാംശം ആറ്റിക്കുറുക്കിയെടുത്ത് നമ്മുടെ പൂന്താനം തിരുവേനി എഴുതുന്നൊരു കാവ്യമാണ് ജ്ഞാനപ്പാന. ജ്ഞാനം എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമല്ല. ഞാൻ ഈ ശരീരത്തിൽ ജനിച്ചു വളർന്നു, ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ പോകും. പക്ഷേ എൻ്റെ ആത്മാവ് വീണ്ടും അടുത്ത ജന്മം പ്രാപിക്കുന്നു. അതാണ് ജ്ഞാനപ്പാനയുടെ തത്വം. ഇപ്പം ജ്ഞാനപ്പാനയിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു, പാന എന്താണെന്ന് പറഞ്ഞു. പാന ഈരടികളാണ്. അപ്പോൾ ഈരടികളായിട്ടാണ്, ഈ 2 വരികളായിട്ടാണ് ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത്. ഇതിലെ 2 വരികൾ നമ്മൾ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും എടുത്ത് ഉപയോഗിക്കാറുണ്ട്, പല സന്ദർഭങ്ങളിലും. കാരണം സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിലാണ് ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. 450 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്നും കാലിക പ്രസക്തിയുള്ള ഒരു കാവ്യമാണ് ജ്ഞാനപ്പാന. പൂന്താനം തിരുവേനി വള്ളുവനാട്ടിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് വിഷ്ണു ഭക്തനായിട്ടാണ് വളർന്നത്. ആ വിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാഗവതത്തിൽ വളരെയധികം താല്പര്യനായിരുന്നു. ഭാഗവതത്തിലെ ഓരോ തത്വങ്ങളും അദ്ദേഹത്തിന് ആകർഷിച്ചിരുന്നു. ആ ഭാഗവത തത്വങ്ങൾ വായിച്ച് പഠിച്ച് അത് ഉൾക്കൊണ്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെള്ളി കഴിഞ്ഞു. ഏറെ നാൾ കാത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഉണ്ണി ഉണ്ടായത്.
ആ ഉണ്ണി ചോറൂണ് ദിവസം മരിച്ചപ്പോൾ ആ കുടുംബം തന്നെ ദുഃഖത്തിലാണ്ടു. എന്നാൽ പൂന്താനം തിരുമേനി ഭാഗവത തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദുരന്തമുഖത്ത് പിടിച്ചു നിൽക്കാനായി. ആ ദുരന്തമുഖം അദ്ദേഹം പിടിച്ചു നിന്ന് കുടുംബത്തിന് താങ്ങായി. അതിന് ശേഷം അദ്ദേഹം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് ഒരു തീർത്ഥയാത്ര പോവുകയായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം അവിടെ ഭജന വരുന്നു. അപ്പോഴും ഉള്ളില് ഉണ്ണി മരിച്ച ദുഃഖമുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് രാത്രി ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. എന്താണ്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന വരി എഴുതാനുള്ള കാരണം ഉണ്ടായത്. അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ അടുത്ത് വന്നിട്ട് പൂന്താനത്തിനോട് ചോദിച്ചു, പൂന്താനം എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? മകനായി ഞാൻ കൂടെ ഉള്ളപ്പോൾ, ഉണ്ണിയായി ഞാൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ പൂന്താനം കൂടുതൽ ഭക്തിയോടെ ഗുരുവായൂരപ്പന് തന്നെ സമർപ്പിച്ചു. അദ്ദേഹം ഒരു നിഷ്കാമ ഭക്തനായിരുന്നു. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല അദ്ദേഹം അവിടെ ഗുരുവായൂരപ്പനെ സേവിച്ചത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. പക്ഷേ പൂന്താനം തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയായിരുന്നു. തൻ്റെ ശ്വാസനിശ്വാസത്തിലും എന്ന് വേണ്ട ഊണിലും ഉറക്കത്തിലും അദ്ദേഹം ഗുരുവായൂരപ്പനായിരുന്നു. എല്ലാം നിഷ്കാമ ഭക്തനായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭക്തിയും അചഞ്ചലമായിരുന്നു. ഒരു കാലത്തും കുറയോ കൂടുകയോ ചെയ്യാത്ത അങ്ങ് ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു ഭക്തിയായിരുന്നു പൂന്താനത്തിന്റെ. അങ്ങനെ ഗുരുവായൂരപ്പനെ ഭജിച്ച് സേവിച്ച് അവിടെ നടക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം സന്ധ്യയ്ക്ക് സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വരിയില് ഒരു അക്ഷരപിശകുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പത്മനാഭോ അമരപ്രഭോ എന്നാണ് വായിച്ചത്. പത്മനാഭോ അമരപ്രഭോ എന്നാണ് വായിക്കേണ്ടിയിരുന്നത്. ലോകസന്ധിയിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ആഗമസന്ധിയിൽ വേണം വായിക്കാൻ. അദ്ദേഹം വായിച്ചത് പത്മനാഭോ മരപ്രഭോ എന്നാണ്. അപ്പോൾ ഇത് കേട്ടിരുന്ന പണ്ഡിതന്മാരിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എൽപ്പത്തൂർ ചോദിച്ചു, മരപ്രഭോ അതെന്ത് സാധനം, അതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണുനായക പൂന്താനം ഭഗവാനെ എന്ന് വിളിച്ചപ്പോൾ ശ്രീകോവിൽ നിന്നൊരു അശരീരി കേട്ടു, മരപ്രഭു ഞാൻ തന്നെയാണ് എന്ന്. അപ്പോൾ പൂന്താനത്തിന് സന്തോഷമായി. എല്ലാവർക്കും മറുപടി കിട്ടിയപ്പോൾ പൂന്താനത്തിന്റെ ഭക്തിയിൽ ഭഗവാന്റെ അംഗീകാരമായിട്ട് അതിനെ കണക്കാക്കി. ഇന്നും ഗുരുവായൂർ അമ്പലത്തിലെ തെക്കേ നടയില് മരപ്രഭുവിന്റെ ഒരു ശില്പമുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരമാണെന്ന പ്രകൃതി സങ്കല്പത്തില് ഒരു മരപ്രഭുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനു ചുറ്റും ഒരു പ്രഭാമണ്ഡലമുണ്ട്, പഞ്ചലോഹത്താൽ നിർമ്മിച്ചിട്ടുള്ള പ്രഭാമണ്ഡലം. ആ പ്രഭാമണ്ഡലത്തിന്റെ ഉള്ളില് അപൂർവമായ ഔഷധക്കൂട്ടിലുള്ള ഒരു ഘൃതമാണ്. ഘൃതം എന്ന് വെച്ചാൽ നെയ്യ്. അതിപ്പോൾ തന്നെ ഏകദേശം 20 വർഷത്തോളമായി അതത് ഉണ്ടാക്കി വെച്ചിട്ട്. അത് ഇനിയും 21 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് തുറക്കുമെന്നാണ് പറയുന്നത്. അത് പ്രത്യേക ഔഷധ മൂല്യമുള്ള ഒരു നെയ്യായിട്ട് അന്ന് ഭക്തർക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ ദർശിച്ച ശേഷം വഴിപാടുകളെല്ലാം നടത്തി ഗുരുവായൂരപ്പൻ അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പോരുന്നതിന് മുമ്പായി നിങ്ങൾ തെക്കേ നടക്കെ പോയിട്ട് ഈ അമരപ്രഭുവിൻ്റെ ആ ബിംബത്തിന് മുമ്പിൽ ചെല്ലണം. ആ ഗുരുവായൂർ കേശവന്റെ പ്രതിമയുടെ അടുത്തുകൂടി അങ്ങോട്ട് ചെന്നാൽ ഈ മരപ്രഭുവിന്റെ ബിംബത്തിന് പ്രദക്ഷിണം വയ്ക്കാം. ഒരു 7 പ്രദക്ഷിണം വെച്ച് നിങ്ങൾ അവിടെ നിന്ന് ഇന്ന് നോക്കൂ. നിങ്ങളെല്ലാം ശരീരത്തിൽ കയറുന്ന ഊർജം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. അപ്പോൾ പൂന്താനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഗുരുവായൂരപ്പൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതാണ് അത്. അങ്ങനെ പൂന്താനം അവിടെ ഇരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരിതാനുഭവത്തിൽ ദുരന്തമുഖത്ത് അദ്ദേഹത്തിന് ഭാഗവത സൂക്തങ്ങൾ, ഭാഗവത തത്വങ്ങൾ എത്രമാത്രം ഗുണപ്പെട്ടു, അതിനെ മറികടക്കാൻ എന്നത് അദ്ദേഹം ആലോചിച്ച് എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം മാനവരാശിക്ക് മുഴുവൻ ഉപകാരപ്പെടണം എന്ന രീതിയിൽ അദ്ദേഹം വളരെ ലളിതമായ എഴുതിയ കാവ്യമാണ് ജ്ഞാനപ്പാന. ദുരന്തമുഖത്ത് പകച്ചു നിന്നപ്പോൾ അദ്ദേഹം പതറാതെ ഗുരുവായൂരപ്പൻ അഭയം പ്രാപിച്ച് ഗുരുവായൂരപ്പൻ ഓരോ സാഹചര്യം ഒരുക്കിക്കൊടുത്ത് അനുഭവ സമ്പത്തിൽ ഇത്ര ലളിതമായി, ഇത്ര കാൽപ്പനികതയോടെ, ഇത്ര ചിട്ടവട്ടമായിട്ട് സമകാലിക പ്രസക്തിയുള്ള 450 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കാവ്യത്തിന് ഇന്നും പ്രസക്തിയാണ്. അതിനെക്കുറിച്ചാണ്, അതിൽ ജ്ഞാനപ്പാനയിൽ കൂടി പറയുന്ന തത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ജ്ഞാനപ്പാനയിൽ ആദ്യം തന്നെ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ അവന്മയിലെപ്പോഴും തിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ് പൂന്താനം എഴുതിയത്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും
മാതാപിതാ ഗുരു ദൈവം എന്ന് സ്മരിച്ചാണ് തുടങ്ങേണ്ടത്. അതാണ് പൂന്താനം ഇവിടെ പ്രാവർത്തികമാക്കിയത്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഏതൊരു കുട്ടിയെയും തിരുനാമങ്ങൾ പഠിപ്പിക്കുന്നത്, സന്ധ്യാസമയത്ത് തിരുനാമം ചൊല്ലുന്ന ഒരു പതിവുണ്ട് നമ്മളുടെ എല്ലാ കുടുംബത്ത്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുവാണ്, എങ്കിലും അപൂർവം ചില ഗ്രഹങ്ങളിൽ ഇപ്പോഴും കാണാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ പഠിപ്പിക്കണം. ആ നാമം ചൊല്ലാൻ പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അതാണ് അവിടെ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും എന്ന് പറയുന്നത്. തിരുനാമങ്ങൾ പഠിപ്പിച്ച അച്ഛനെയും അമ്മയും അവിടെ ഓർത്തു. നമ്മൾ ജ്ഞാനപ്പാല വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരർത്ഥം മനസ്സിലാവും, വീണ്ടും വായിക്കുമ്പോൾ അതിനൊരു പടി കൂടി കടന്ന അർത്ഥം മനസ്സിലാവും, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ഗ്രന്ഥങ്ങളുടെ സാരാംശം ആറ്റിക്കുറുക്കിയെടുത്ത് ചെറിയ വരികളിലാക്കി ഉപയോഗിച്ചിരിക്കുകയാണ്. 2 വരി എടുത്താൽ ഒരു ദിവസം മുഴുവൻ പറയാനുള്ള തത്വങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ആ തിരുനാമങ്ങൾ പഠിപ്പിച്ചത് അച്ഛനും അമ്മയുമാണ്. അച്ഛനെയും അമ്മയും മാതാവിനെയും പിതാവിനെയും വന്ദിച്ചുകൊണ്ട് ഗുരുനാഥനെ വന്ദിക്കുന്ന ആണ് ആ ശ്ലോകത്തിൽ തുടങ്ങുന്നത്. ഗുരുനാഥനെ വന്ദിച്ച് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഗുരുത്വം എത്രമാത്രമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഗുരു എന്നാൽ നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അർത്ഥം. രു എന്നാൽ ഇരുട്ട്, ഗു എന്നാൽ നിർമ്മാർജ്ജനം ചെയ്യുന്നവൻ, ഗുരു. ആ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാവണമെന്നില്ല, നമ്മളുടെ ഒരു അനുഭവമാവാം, നമ്മൾ കാണുന്ന ഒരു ശകുനമാകാം, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാവാം. അതാണ് നമ്മൾ ഗുരുവായി കാണുന്നത്. അപ്പോൾ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതിരിക്കുവാൻ. എൻ്റെ നാവിൽ നിന്ന് തിരുനാമങ്ങൾ പിരിയാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കുന്ന ഗുരുനാഥാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ കലിയുഗത്തിൽ നമുക്ക് മോക്ഷം കിട്ടാൻ നമുക്ക് വേണ്ടത് തിരുനാമ ജപമാണ്. അതുകൊണ്ട് അടുത്ത വരിയിൽ ഭഗവാന്റെ 12 നാമങ്ങളാണ് വിളിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. 12 നാമങ്ങൾ വിളിച്ച് ഹരേ ഹരേ എന്ന് 2 പ്രാവശ്യം പറയുന്നു. അപ്പോൾ ഗുരുനാഥനെ വണങ്ങുന്നു, മാതാവിനെ പിതാവിനെ സ്മരിക്കുന്നു, ഭഗവാനെ സ്മരിക്കുന്നു. എന്നിട്ട് തുടങ്ങുന്നു, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഈ നാളെയും എന്തെന്നറിഞ്ഞില്ല. ഉറവ് തോന്നുന്നു ശരിയാണ്, ഇന്നലെ വരെ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒട്ടും അറിയില്ല, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ നിമിഷമാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ പൂന്താനം പറയുന്നത്, നമ്മൾക്ക് ആത്മീയ തത്വങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരു പടി കൂടി കടന്ന് ചിന്തിക്കാം. ആത്മീയ തത്വങ്ങൾ പഠിച്ചാലേ നമുക്കതിന് സാധിക്കുള്ളൂ. എന്താണത്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല. ഇന്നലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിമിഷമാകാം, കഴിഞ്ഞ ദിവസമാകാം, കഴിഞ്ഞ മാസമാകാം, കഴിഞ്ഞ വർഷമാകാം, കഴിഞ്ഞ ജന്മമാകാം. ഇവിടെ കഴിഞ്ഞ ജന്മമാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. അതാണ് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, നാളെയും എന്തെന്നറിഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത നിമിഷം, അടുത്ത ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷം, അടുത്ത ജന്മം ഞാൻ എന്താകുമെന്ന് എനിക്കറിയില്ല. അതാണ് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഈ നാളെയും എന്തെന്നറിയില്ല. നമ്മൾ പക്ഷെ ആദ്യമായി വായിക്കുമ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ നാളെ ഇന്നലെ വിചാരിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അതാണ് ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് പടിപടിയായി ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാകും. അതിന് ജ്ഞാനപ്പാനം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ജ്ഞാനപ്പാനം നോക്കിക്കഴിഞ്ഞാൽ കേവലം താളുകൾ മാത്രമാണുള്ളത്. ഞാനിപ്പോൾ എത്രയോ ഗ്രന്ഥങ്ങളുടെ കണക്ക് പറഞ്ഞു. ഇത്രയും ഗ്രന്ഥങ്ങളിലുള്ള തത്വങ്ങൾ ആറ്റിക്കുറുക്കിയെടുത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് അതിന് ചിട്ടയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കേവലം താളുകളുള്ള ഈ പുസ്തകത്തിന്റെ വില വളരെ കുറവാണ്. അതിന്റെ വിലയല്ല നോക്കേണ്ടത്, അതിന്റെ മൂല്യമാണ് നോക്കേണ്ടത്. അതിന്റെ മൂല്യം നമുക്ക് അളക്കാൻ പറ്റാത്തതാണ്. അത് പറഞ്ഞു തരുന്ന ജ്ഞാനം അതിനെ അളക്കാനാവില്ല, അത്രയ്ക്കുണ്ട് ജ്ഞാനം. അതാണ് ജ്ഞാനപാലയുടെ മഹത്വം. അപ്പോൾ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ്. നമ്മൾ ഈ ഒരു നിമിഷത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം. നമ്മൾക്കൊരു ദിവസത്തിൽ 60 നാഴികയുണ്ട്. നിങ്ങൾ 60 നാഴികയിൽ ഒരു നാഴിക നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. ഒരു ദിവസത്തിൽ ഈ 24 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്തിന്? നിങ്ങൾക്ക് വേണ്ടി തന്നെ. കാലത്തൊരു 12 മിനിറ്റ്, വൈകിട്ടൊരു 12 മിനിറ്റ്. അതായത് കാലത്ത് അരനാഴിക, വൈകിട്ട് അരനാഴിക. രാവിലെ നിങ്ങളുടെ വീട്ടിലെല്ലാം വിളക്ക് കൊളുത്തുന്നുണ്ടാവും. നിങ്ങൾ രാവിലെ കുളിക്കുന്നവരായിരിക്കും. കുളിച്ചു കഴിഞ്ഞ് വന്നാൽ ആ ദീപം നോക്കി നിങ്ങൾ 12 മിനിറ്റ്, അരനാഴിക നേരം നിങ്ങൾക്ക് വേണ്ടി തന്നെ ധ്യാനിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ ധ്യാനിക്കുക. നിങ്ങൾ ജീവിതത്തിൽ നാളെ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ നിങ്ങൾക്ക്
തരണം ചെയ്തു പോകാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തനാക്കാൻ. നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും ജിമ്മിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. എന്തിനാണ്? ശരീരം കുറിച്ച് കാണിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇത് മനസ്സിനുള്ള ഒരു വ്യായാമ മുറയാണത്. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ മനസ്സിൽ. നാളെ നമ്മളുടെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പ്രാപ്തി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമായിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കാം, രാവിലെ വൈകിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എങ്കിൽ ഏകാഗ്രതയോടെ അത് ചെയ്യുക, അതിന് സമയം പതുക്കെ കൂട്ടുക. ചെയ്യാത്തവർ ചെയ്തു തുടങ്ങുക. നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ട് അതിന് മാറ്റം വരില്ല. ഏകദേശം 2 മാസം ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് മാറ്റം കാണാം. പിന്നീട് അത് നിങ്ങൾക്ക് ശീലമാകും. എത്രയോ ഡിഗ്രിയുള്ള ആളുകളാണ് വലിയ ജോലിക്ക് കിട്ടുന്നു, വളരെ നല്ല സൗകര്യങ്ങൾ, പറഞ്ഞാൽ കൊതിക്കുന്ന ശമ്പളമുള്ള ആളുകൾ, വളരെ സൗകര്യങ്ങളുള്ള ആളുകൾ. ഒരു ദിവസം രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ പറയുന്നു, നാളെ മുതൽ എനിക്ക് ജോലിക്ക് വരണ്ട, അല്ലെങ്കിൽ ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നു. എനിക്ക് കിട്ടുന്ന 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ 2,50,000 രൂപയുടെ അടവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ട്, EMI അടയ്ക്കാനുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തത് കെട്ടിടത്തിന്റെ മുകളിൽ താഴത്തേക്ക് വീണ് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഒരു നിമിഷം ചിന്തിക്കാൻ അവന് സഹിച്ചില്ല. കാരണം എന്താണ്? അവന്റെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തി അവനെ പ്രാപ്തനാക്കിയിരുന്നില്ല. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നമ്മൾക്ക് എന്തുമായിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ വെല്ലുവിളികൾ വന്നു ചേരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതെ വരും. അതെല്ലാം ജീവിതത്തിലെ വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ മനസ്സുകൊണ്ട് പ്രാപ്തരാക്കണം നമ്മൾ. എങ്കിലേ നമുക്കതിനെ തരണം ചെയ്ത് പോകാൻ പറ്റൂ. കപ്പലുകൾ തുറമുഖത്ത് കെട്ടിയിട്ടാൽ അതിനൊന്നും പറ്റില്ല. പക്ഷെ അത് അതിനു വേണ്ടിയുള്ളതല്ല. അത് തിരമാലകളെ കീറി മുറിച്ച് ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ കീറി മുറിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തരാക്കാൻ നിങ്ങൾ ഒരു ദിവസത്തിൽ 1 നാഴികയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രചിക്കണം. പിന്നെയോ 1 നാഴിക വൈകിട്ട്, രാവിലെ പറ്റില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുമായി ഒന്നിച്ചിരിക്കണം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കുടുംബം എന്ന് പറയുന്നു, അതങ്ങനെ ആക്കി തീർക്കണം. എല്ലാവരും യന്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് 1 നാഴിക നേരം, 24 മിനിറ്റാണ് 1 നാഴിക എന്ന് പറയുന്നത്. 1 മണിക്കൂർ എടുത്തോളൂ. പണ്ടൊക്കെ ലോഡ് ഷെഡിങ്ങുള്ള സമയത്ത്, കറണ്ടില്ലാത്ത സമയത്ത് വേറെ ചെയ്യാനില്ലാത്തതുകൊണ്ട് വന്ന് വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ജനറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ട്. അപ്പോഴും വീണ്ടും ഇതൊക്കെ തന്നെ കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 ദിവസത്തിൽ 1 നാഴികയെങ്കിലും കുടുംബാംഗങ്ങളോട് ഒത്തൊരുമിച്ചിരിക്കുക. അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക. കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ പോയപ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ പോയപ്പോൾ, വിദ്യാലയത്തിൽ പോയപ്പോൾ എന്നെല്ലാമാണ് പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായത്. അവരത് വിശദീകരിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ ഓഫീസിലുണ്ടായ, നിങ്ങളുടെ മേലധികാരിയായിട്ടുണ്ടായ നല്ല കാര്യങ്ങൾ, മേലധികാരിയായിട്ടുണ്ടായ മോശാനുഭവങ്ങൾ ഇതെല്ലാം സംസാരിക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് പരിഹാരം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീട്ടിലെ ഇളയ സന്തതിയായിരിക്കും, ഇളയ കുട്ടിയായിരിക്കും. ആ പിഞ്ചു മനസ്സിലായിരിക്കും അതിന് ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുന്നത്. നിങ്ങളെല്ലാവരും തുറന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാത്തതിൻ്റെ പോരായ്മകൾ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. കുടുംബം ഇമ്പമുള്ളതാക്കാൻ അത് ചെയ്യണം. അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും ധരിക്കേണ്ട ഒരു കാര്യം, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. അതിൻ്റെ വാക്യാർത്ഥം തന്നെ എടുക്കുക. ഇന്നലെയും നാളെ എന്താണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്തുമെന്ന് തീരുമാനിക്കുക. ഇനിയോ, ഇന്നീ കണ്ട തടിക്ക്, ഇന്നെന്നെ കാണുന്ന ഈ തടിക്ക് വിനാശം ഇന്ന നേരമെന്നേത് പോലെയില്ല. നമ്മളെ കാണുന്ന തടി, നമ്മുടെ തടി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മളുടെ കുറ്റവരുടെ, ഉടയവരുടെ, മിത്രങ്ങളുടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ശരീരം, അത് അതിനുള്ള നാശം ഇന്ന നേരമെന്നേതും അറിയില്ല. സത്യമല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം ഈ ശരീരത്തിന്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഷഗ്വരൻ ഡോക്ടർ ആ ഓപ്പറേഷൻ ടേബിളിന് സമീപം മോഹാലസപ്പെട്ട് വീണു. അവിടെ വെച്ച് മരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇന്നീ തടിക്ക് കണ്ട വിനാശം ഇന്ന നേരമെന്ന് ഏതും അറിയില്ല. കണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. ശരിയാണ്. ഇന്ന് കാലത്ത് കണ്ടാൽ ചിലപ്പോൾ വൈകുന്നേരം കാണാനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ശരീരം തന്നെ ആത്മാവ് പോയിട്ടുണ്ടാവും. കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കണ്ടൊരുത്തനെ കണ്ടുകയറ്റി നടത്തുന്നതും ഭവാൻ. അതും സത്യമാണ്, അല്ലേ? ഓർക്കാപ്പുറത്ത് ഓരോരുത്തരും അന്യന്മാരായി മാറുന്നു. അതും ദൈവത്തിൻ്റെ ഒരു ലീലാവിലാസം.
അതുപോലെ തന്നെയാണ് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ. 450 കൊല്ലം മുമ്പ് ഊതാൻ എഴുതി വെച്ചതാണ്. 450 കൊല്ലം മുമ്പ് മാളിക ഉണ്ടായിരുന്നു. എവിടെ? രാജസൗധങ്ങൾ, രാജാവ് താമസിക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് മാളിക മുകളേറിയ മന്നന്റെ എന്ന് പറഞ്ഞത്. മന്നൻ എന്ന് വെച്ച രാജാവ്. തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ. അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും ദുർഭരണവും കൊണ്ട് അദ്ദേഹത്തിന് രാജ്യവും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു ഭാണ്ഡവും എടുത്ത് നടക്കേണ്ട അവസ്ഥയായി. ഇന്നത്തെ കാലത്ത് സൂട്ട് കേസ് സ്റ്റോറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭാണ്ഡത്തിൽ കെട്ടിയാണ് എല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഭാണ്ഡം കെട്ടി കൊണ്ടുപോകുന്ന അവസ്ഥ വരുന്നു. ഓർക്കാപ്പുറത്ത് നല്ലത് വരുന്നു, ഓർക്കാപ്പുറത്ത് നനച്ചിരിക്കാതെ ആപത്തും വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്ന ഭവാൻ. 2 താലോചനങ്ങൾ ഒരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കണ്ടാലൊട്ട് അറിയുന്നു ചിലത്, കണ്ടാലും തിരിയാതിവർക്ക് ഏതുമേ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളുടെ മുമ്പിൽ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തില് കുട്ടി പഠിച്ച് വളർന്ന് വലിയ നിലയിലെത്തി. അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠമുണ്ട്. ആ കഠിനാധ്വാനത്തിന് അവൻ ജീവിതത്തിൽ ഒരു നിലയിലെത്തി എന്നുള്ളത്. അതാണ് കണ്ടാലൊട്ട് അറിയുന്നു ചിലരുത്, ഇനി കണ്ടാലും തിരിയാതെ ചിലർക്കേതുമേ. ചില കാര്യങ്ങളിലെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വത്ത് മുഴുവൻ മക്കള് ദൂർത്തടിച്ച് ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച് ദരിദ്രനായി മാറുന്നു. ഒന്നുമില്ലാത്തവന്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളുടെ മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളോ കണ്ടാലോട്ട് അറിയുന്നു ചിലത്, കണ്ടാലും തിരിയാതെ ചിലർക്ക്. ഇതൊക്കെ കണ്ടാലും ചിലർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുന്നേ കണ്ടിട്ട് അറിയുന്നതു ചിലർ. ഈ ശരീരമാണ് ഞാൻ എന്ന സത്യമാണ് എന്നാണ് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ല സത്യം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമല്ല. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ഉപേക്ഷിച്ച് ഞാൻ പോകും. ഞാൻ എന്ന് പറഞ്ഞ സാധനത്തിന് ജനനമില്ല, മരണമില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് എന്ന സത്യം പല വ്യക്തിത്വങ്ങളും നേരത്തെ അറിഞ്ഞു. അതാണ് കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുന്നേ കണ്ടിട്ടറിയുന്നത്. എൻ്റെ ശരീരമാണ് ഞാൻ എന്നുള്ള സത്യം ഞാൻ വിചാരിച്ചിരുന്നു. അത് സത്യമല്ലെന്നത് ചില മഹാത്മാക്കൾ മുന്നേ അറിഞ്ഞു. ഈ ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ സ്വയം സൂര്യനെ ചുറ്റുന്നു, പിന്നെ സൗരയൂഥം മൊത്തം ബ്രഹ്മാണ്ടത്തിൽ ചുറ്റുന്നു. അങ്ങനെ ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന നമുക്കറിഞ്ഞിടുവാൻ, നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്വക്കൾ ഒരു പരമാർത്ഥം കൊണ്ട് അരുൾ ചെയ്തിരിക്കുന്നു. അറിവുള്ള മഹത്വക്കൾ, അതായത് അറിവുള്ള മഹത്വക്കൾ എന്ന് പറഞ്ഞാൽ ഉദാനമല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്. അത് നമ്മളെക്കാളും മുമ്പ് ജനിച്ചിട്ടുള്ള, ജീവിച്ച് മരിച്ച് നമുക്ക് പല ജ്ഞാനങ്ങളും പകർന്നുവെന്ന അറിവുള്ള മഹത്വങ്ങൾ പറയുന്നു. ഇടതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി കൊണ്ടിത് കേൾക്കുന്നെല്ലാവരും. മനുഷ്യജന്മം എന്തിനുള്ളതാണ്? മനുഷ്യജന്മം എങ്ങനെ ജീവിക്കണം? മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതാണ് ഉദാനം ഇതിലൂടെ പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ജന്മത്തിൽ പുനർജന്മമില്ലാതെ മുക്തി ലഭിച്ച് ഭഗവാന്റെ അംശമായി മാറണം. അപ്പോൾ പറയുവാണ്, ചുഴന്നീടുന്ന ഈ സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്വക്കളുണ്ട് ഒരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി കൊണ്ടത് കേൾക്കുന്ന എല്ലാവരും. നമുക്കെല്ലാവർക്കും മുക്തി ലഭിക്കാനാണ് നമ്മൾ പറയുന്നത്. അത് അടുത്ത ജന്മത്തിൽ ഞാൻ ഇനി ഇതിനേക്കാൾ വേണ്ടി ധനികനായിട്ട് ജനിക്കട്ടെ എന്നല്ല ആയിരുന്നത്. അതെല്ലാം നീർക്കുമുള പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, യുഗങ്ങളുടെ കണക്ക് പറഞ്ഞില്ലേ, 12 കോടി വർഷമായിട്ട് നമ്മളിവിടെ പല പല ജന്മങ്ങളെടുത്ത് ഇവിടെ ജീവിക്കുന്നവരാണ്. ആ ആത്മാവ് ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ നമ്മളെന്താ ചെയ്യണേ? ജനനം പുനർജന്മം ഇങ്ങനെ വേണ്ട. ജനനം മരണം പുനർജന്മം അത് വേണ്ട. എനിക്ക് ഭഗവാനെ ലയിച്ച് മോക്ഷപ്രാപ്തി നേടണം, മുക്തി നേടണം. അതിനായിട്ട് ഉള്ള മാർഗം എല്ലാവരും ശ്രദ്ധിക്കൂ. ഇവിടെ പറയാം, അറിവുള്ള മഹത്തുക്കൾ പറഞ്ഞു തന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ. നമുക്ക് മനുഷ്യജന്മം കിട്ടി. നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന അധർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് നമ്മളെ ചെയ്യുന്നത്. മുന്നമിക്കേണ്ട വിശ്വമശേഷവും ഒന്നായിട്ടുള്ള ജ്യോതിസ്വരൂപമായി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള ഇതെല്ലാം ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി. അതായത് ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ സാരാംശമാണിത് എടുത്തു വച്ചിരിക്കുന്നത്. ഉന്നമിക്കേണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി, ഒന്നും ചെന്നങ്ങ് തന്നോടും പറ്റാതെ ഒന്നിനും ചെന്ന് താനും പറയാതെ ഭഗവത്ഗീത എന്നുള്ള സാരാംശമാണ്. പിന്നെയോ
ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ട് അറിവാകുന്ന വസ്തുവായി. അത് ബ്രഹ്മത്തെയാണ് പറയുന്നത്. ഒന്നും അറിയാതെ ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ട് അറിയുന്ന വസ്തുവായി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബ്രഹ്മം എന്ന ആ ഒരേ ഒരു ചൈതന്യം തന്നെയാണ് നമ്മളിൽ വസിക്കുന്നത്. ഒന്നൊന്നായി വസിക്കുന്ന ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിയേണ്ട വസ്തുവായി. ഒന്ന് ബ്രഹ്മം, അദ്വൈത സിദ്ധാന്തമാണ് പറയുന്നത്. നമ്മൾ രണ്ടും രണ്ടല്ല, ഒന്ന്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. അത് ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഒന്നുപോലെയും ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി. നമ്മൾക്ക് എത്രയെത്ര ജീവജാലങ്ങളുണ്ട്, എത്രയെത്ര മനുഷ്യരുണ്ട്, എത്രയോ കോടി മനുഷ്യരുണ്ട്. ഒരാളെ പോലെ വേറാളുണ്ടോ? ഇരട്ടകൾക്ക് പോലും, സാദൃശ്യമുള്ള ഇരട്ടകൾക്ക് പോലും ചെറിയ വ്യത്യാസമുണ്ടാവും. അതാണ് പറഞ്ഞത്, ഒന്നുപോലെയൊന്നും ഇല്ലാതെയുള്ളതിൽ ഒന്നുപോലെ വേറൊന്നില്ല. അതിൽ ഒന്നൊന്നായൊരു ജീവസ്വരൂപമായി. പക്ഷെ എല്ലാം ഓരോ ജീവസ്വരൂപമാണ്. എപ്രകാരമാണോ സൂര്യരശ്മി ജലത്തിൽ പ്രതിബിംബിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിൽ ആ ബ്രഹ്മം പ്രതിബിംബിക്കുന്നു. പ്രതിബിംബിച്ച ചൈതന്യമാണത്. അതാണ് പറഞ്ഞത്, ഒന്നൊന്നായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി. ഒന്നിലും ഒരു ബന്ധമില്ലാതെ ഇന്നവൻ തന്നെ വിശ്വം ചമച്ചു പോയി. അങ്ങനെയാണ് വിശ്വം ചമച്ചിട്ടുള്ളത്. മൂന്നും ഒന്നിൽ അടങ്ങുന്നു. പിന്നെയും മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള സത്വ തമ രജോ ഗുണങ്ങൾ, മൂന്ന് ഗുണങ്ങൾ ഒന്നിലടങ്ങുന്നു. പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വം നേരത്ത് ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ. അപ്പം ഈ ബ്രഹ്മത്തെ കൊണ്ട് ചമച്ച ഈ വിശ്വത്തിൽ, ഒന്ന് ബ്രഹ്മം, ആ ഒന്നിനെ കൊണ്ട് ചമച്ച ഈ വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും എന്താണ്? മൂന്ന് കർമ്മങ്ങൾ: പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങളും, പുണ്യകർമ്മങ്ങൾ, നിസ്സമാം കർമ്മവും. ഇങ്ങനെ മൂന്ന് കർമ്മങ്ങളാണുള്ളത്. ഒന്നിൻ ചങ്ങല ഒന്നിൽ പറഞ്ഞത് മറ്റു ഇരുമ്പ് കൊണ്ട് എന്നത്ര ഭേദങ്ങൾ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നമ്മൾ പൊന്നിൻ ചങ്ങലയാലാണ് ബന്ധപ്പെട്ടത്. നമ്മളെല്ലാവരും കർമ്മബദ്ധരാണെന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ ചെയ്യുന്ന ഈ മനുഷ്യന്മ കിട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മത്തിലെ നമ്മൾ പൊന്നിൻ ചങ്ങല കൊണ്ടാണ് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്ക്, അധർമ്മങ്ങൾക്ക് നമ്മൾക്ക് ഇരുമ്പ് ചങ്ങലയാണ്. ഇനി 2-4 എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. നമ്മൾ എല്ലാവരും ഒരു ദിവസം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനേക്കാളേറെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭഗവാന്റെ നാമങ്ങൾ ഒന്നായിട്ടും മറ്റൊന്നായിട്ടും പറയുന്നതുകൊണ്ട് ആ പാപങ്ങളെല്ലാം നല്ലിഫൈ ചെയ്തു പോകുന്നു, ഇല്ലാണ്ടായി പോകുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളുടെ സുഹൃത്തുക്കൾക്കും നമ്മളുടെ കൂട്ടുകാർക്കും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുടെയൊക്കെ പേര് ഭഗവാന്റെ പേരുണ്ട്. അപ്പം നമ്മൾ ഭഗവാനെ എന്ന് വിളിക്കുവാണെങ്കിലും അതല്ലാതെ കളിയാക്കി വിളിച്ചാലും അറിയാതെ വിളിച്ചാലും നമുക്ക് അതിലൂടെ ഒരു പുണ്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ഒരുപാട് പാപങ്ങളൊക്കെ കഴുകി പോകുന്നത്. അത് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധനം പൊന്നിൻ ചങ്ങല കൊണ്ടാണ്, ദുഷ്കർമ്മങ്ങൾക്ക് ഇരുമ്പ് ചങ്ങല കൊണ്ടാണ്. മിശ്രമാം കർമ്മത്തിന് 2 കാലം എടുത്തത്, 2 കൊണ്ടും എടുത്ത് പണി ചെയ്ത മിശ്രമാം കർമ്മവും. ബ്രഹ്മാവാദിയായി ചെയ്യുമ്പോളം കർമ്മബദ്ധരെന്നറിഞ്ഞാലും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കർമ്മം നമ്മളെ കളച്ചിട്ടിരിക്കുന്നു, മനുഷ്യനെ കളച്ചിട്ടിരിക്കുന്നു, മനുഷ്യന് മാത്രമുള്ളതല്ല. ബ്രഹ്മാവാദിയായി ഈച്ച കയറുമ്പോഴും കർമ്മബദ്ധരെന്നറിഞ്ഞാലും. ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നതും ഭുവനാദ്യ പ്രളയം കഴിയുമ്പോഴും കർമ്മവാശത്തെ ലംഘിക്കുന്നതും ബ്രഹ്മാവിനും എളുതല്ല പോലും. ഈ ബ്രഹ്മാദ്യ പ്രളയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കണക്ക്, ചതുർയുഗങ്ങൾ 71 കഴിയുമ്പോഴാണ് ഒരു മന്വന്തരമാകുന്നത്. അങ്ങനെ 14 മന്വന്തരം കഴിയുമ്പോഴാണ് കൽപ്പം. അതാണ് പ്രളയം അന്ത്യകാലം എന്ന് പറയുന്നത്. അതാണ് അതുവരെ ഈ ബ്രഹ്മാവിന് പോലും കർമ്മബന്ധത്തെ ഒഴിവാക്കാനാവില്ല. അവരെല്ലാവരും കർമ്മബന്ധം പറഞ്ഞാലും ദിക്പാലകന്മാരും അവണ്ണം ഓരോരോ ദിക്ക് തോറും തെറച്ചു കിടക്കുന്നത്. എല്ലാവർക്കും അതുപോലെ കർമ്മബന്ധമുണ്ട്. ദിക്പാലകന്മാരും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾ ഭൂമിയിലൊന്ന് തൊട്ട് വന്ദിക്കണം. നമ്മൾ പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞിട്ട് നേരെ അമ്പലത്തിനകത്ത് കയറുമ്പോൾ നമ്മളുടെ അമ്പലത്തിലെ സോപാനപ്പടിയുടെ മുമ്പിലായിട്ട് കാണുന്നതാണ് ഒരു വലിക്കൽ കാണാം. അഷ്ടദിക്പാലകരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കുടിമരത്തിന് ചുവട്ടിൽ കാണാം അഷ്ടദിക്പാലകരെ. അകത്ത് ആ സോപാനപ്പടിയുടെ നിൽക്കുന്നതിനെ കാണുന്നതാണ് ഇന്ദ്രൻ, കിഴക്കിൻ്റെ ദേവത. അത് കഴിഞ്ഞാലോ തെക്ക് കിഴക്ക് അവിടെ അഗ്നികോൺ, അവിടെ അഗ്നിയാണ്. തെക്ക് വശത്ത് യമൻ, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിര്യതി, പടിഞ്ഞാറ് വരുണൻ, പിന്നെ വായു, ആ മൂലയ്ക്ക് വടക്ക് കുബേരൻ, പിന്നെ ഈശാനൻ. ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട് തിരിഞ്ഞെന്ന് വേണം പ്രസാദം എന്ന് പറഞ്ഞാൽ കിഴക്കോട് തിരിഞ്ഞെന്ന് വേണം തീർത്ഥം സേവിക്കാൻ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ തെക്കോട്ട് പാടില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? തെക്കിരിക്കുന്നത് യമനാണ്. തെക്കോട്ട് തിരിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യമന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടദിക്പാലകന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും കളച്ചു കിടക്കുന്നു.
അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. നേരത്തെ പറഞ്ഞ കഥ തന്നെ, ഇത്രയും യുഗങ്ങളുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, 4 യുഗങ്ങൾക്ക് മുന്നേ ആണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നമ്മളുടെ 100 വർഷം മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് കേവലം 100 ദിവസമാണ് ദേവന്മാർക്ക്. അപ്പോൾ 100 വർഷം ജീവിച്ചിരുന്നാൽ അത് നിങ്ങളുടെ അല്പായുസാണ്. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. അപ്പോൾ ഒരു യുഗത്തിൽ തന്നെ നമ്മൾ എത്രയോ ജന്തുക്കളായിട്ട് ജനിക്കുന്നു. അങ്ങനെ അല്പകാലം ഗർഭപാത്രത്തിൽ അങ്ങനെ പൊക്കും പുറപ്പെട്ട് ജീവിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് ഓരോരോ ഗർഭപാത്രത്തിൽ പോയി വീഴുന്നു. നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നല്ലവനായിട്ട് ജനിക്കുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ദുരിതമുള്ള ജന്മമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ ഗ്രന്ഥങ്ങളിലെ സാരാംശം ഈ ജ്ഞാനപ്പാനയിലേക്ക് ഒതുക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ സത്യലോകത്തിൽ ചെന്ന് വസിക്കുന്നു. ആ സത്യലോകത്ത് വസിച്ചു കഴിഞ്ഞാൽ ആ സുഹൃതം ഒടുങ്ങി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ജന്മമെടുക്കുന്നു, വീണ്ടും കർമ്മം ചെയ്യാനായിട്ട്. ആ കർമ്മം ചെയ്യാൻ ഭൂമിയിൽ തന്നെ വരണം. 14 ലോകങ്ങളുണ്ട്, അതിൽ ഭൂമിയിൽ തന്നെ വരണം. നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ ഒടുങ്ങുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് പുണ്യമോ പാപമോ പറ്റിയിട്ട് വീണ്ടും അതിൻ്റെ ഫലം അനുഭവിക്കാൻ അതിൻ്റെ സ്വർഗത്തിലോ നരകത്തിലോ പോകേണ്ടി വരുന്നു. സുഹൃത്തുക്കളൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാലനവും വെള്ളോളമില്ലവർ പരിചോടാങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്ത് തെറ്റവർ വന്നൊരു ഈ ദുരിതത്തിൻ ഫലമായി പിന്നെപ്പോൾ നരകങ്ങളിൽ വീഴുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്തവൻ സ്വർഗത്തിൽ പോകുന്നു, അല്ലാത്തവൻ നരകത്തിൽ പോയി വീഴുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഓരോ സ്വർലോകത്തിൽ നിന്ന് ജീവൻ പോയി നരലോകയും മഹീശ്വരനാകുന്നു. അങ്ങനെയല്ല, അജൻ ചത്ത് ഗജമായി കിടക്കുന്നു. അങ്ങനെ ഗജം ചത്തങ്ങ് അജവുമായിരുന്നു. അങ്ങനെ നമുക്ക് പല പല ജന്മങ്ങൾ നേടുന്നു നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ട്. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് അത്രയും നേടുന്നു ജീവന്മാർ. ഭൂമിയിൽ തന്നെ വരണമെന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. നമുക്ക് വേറെ 13 ലോകങ്ങളിൽ ചെന്നാലും ഇത് ലഭ്യമല്ല. അങ്ങനെ ചെയ്ത് നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഈ 14 ലോകത്തിൽ ഓരോന്നിൽ പോയിരുന്ന് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ചെയ്തിരുന്ന ഭുജിക്കുന്ന ജീവന്മാർ തങ്ങൾ ചെയ്ത ഒരു കർമ്മത്തിൻ ഫലം ഒടുങ്ങിയിട്ട് ഒട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും മനുഷ്യജന്മം. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പൂന്താനം പറയാൻ പോകുന്നത്. നമ്മൾ കർമ്മത്തിന്റെ ഫലമായിട്ട് പല പല ജന്മങ്ങൾ നേടുന്നു. ആ കർമ്മത്തിന്റെ ഫലമായിട്ട് പല പല ലോകങ്ങളിൽ ചെന്ന് വസിക്കുന്നു. ചെയ്ത കർമ്മത്തിന്റെ സുഗതങ്ങൾ തീരുമ്പോൾ വീണ്ടും മനുഷ്യനായി ജനിക്കാൻ ഭൂമിയിൽ വരുന്നു. എന്നിട്ടോ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കർമ്മങ്ങൾക്ക് വിളഭൂമിയാകിയ ഭാരത ജന്മദേശം ഈ ഭൂമി എന്നറിഞ്ഞാലും കർമ്മങ്ങൾക്ക് വിളഭൂമിയായി നമ്മൾക്ക് കർമ്മങ്ങൾ വിളയിച്ചെടുക്കാൻ പാകി എടുക്കാനായിട്ട് ഈ ജന്മഭൂമി തന്നെയാണ് ആധാരം. വേറൊരു സ്ഥലമില്ല, ഭൂമിയിൽ തന്നെ നേടണം. ചെമ്മയും മറ്റൊക്കെ സാധിയാ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തതും വിശ്വമാതാവ് ഭൂമി ശിവശിവ. ഭക്തന്മാർക്ക്, ഭക്തശിരോമണികളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക്, മുമുക്ഷു ജനങ്ങൾക്ക്, മുക്തി ആഗ്രഹിക്കുന്നവർക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, പിന്നെയോ സക്തരായ വിഷയീ ജനങ്ങൾക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശക്തരായിട്ടുള്ളവർക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടും. എന്തും തരുന്നവളാണ് ദരിദ്രി. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ഭൂമി. ഭൂമിയിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. നമ്മളുടെ ജീവൻ തന്നെ ഈ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമെന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം. അതാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നാണ് ഇച്ഛിച്ചിരുന്നൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ. അങ്ങനെ ഈ വിശ്വനാഥന്റെ മൂലപ്രകൃതിയായിട്ടാണ് ഭൂമി നിൽക്കുന്നത്. ഭഗവാൻ ഒരു സൃഷ്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് പൂർണ്ണതയില്ലാന്ന് തോന്നിയപ്പോൾ അതിനെ പകുത്തിട്ടാണ് ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് അത് രണ്ടും ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇവിടെ വിശ്വമാതാവ് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്. അതുകൂടാതെ വിശ്വനാഥന്റെ മൂലപ്രകൃതിയായിട്ടാണ് അത് ജീവിക്കുന്നത്. ഏത്? ഭൂമിദേവി. ഈ ഭൂമിദേവിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് അവതാരങ്ങളും പലതും ഉണ്ടായത് ഈ ഭൂമിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 അവതാരങ്ങളുണ്ട്. നമ്മൾ ദശാവതാരങ്ങൾ പഠിച്ചത് കൽക്കിയുടെ അവതാരമാണ് ഇപ്പോൾ വരാനുള്ളത്. ഈ 10 അവതാരങ്ങളും എന്തിനാണ്? ഭൂമിയുടെ പരിപാലനത്തിനാണ് ഉണ്ടായത്. അല്ലാതെ ഈ 14 ലോകങ്ങൾക്ക് വേറൊരു ലോകത്തിന് വേണ്ടിയിട്ടല്ല ഭഗവാൻ അവതാരം എടുത്തത്. അവനീതര പാലനത്തിനല്ലോ അവതാരങ്ങളും പലതുണ്ട് തോർക്കുമ്പോൾ. അതുകൊണ്ട് വിശ്വസിച്ച് ഭൂലോകം 14 ഉള്ളതിൽ ഉത്തമം ഈ ഭൂമിയല്ലോ. 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമം
ഈ ഭൂമിയാണ് എന്ന് പറയുന്നത് ആരാണ്? വേദവാദികളായ മുനികളുണ്ട്. വേദവും ബഹുമാനിച്ച് ചൊല്ലുന്നു. ലവണാമ്പുതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപ് ഒരു യോജന ലക്ഷ്യവും. ഈ ഭൂമിയാണ് 14 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലം. അതിൽ തന്നെ ജംബുദ്വീപ് എന്ന് പറഞ്ഞൊരു യോജന ലക്ഷ്യമുള്ള ഒരു ഭൂമി പ്രദേശമുണ്ട്. എവിടെ? ലവണാമ്പുതി മധ്യേ. ലവണാമ്പുതി എന്ന് വെച്ചാൽ സമുദ്രത്തിന് മധ്യത്തിൽ ഈ 1,00,000 യോജന വിസ്തീർണമുള്ള ഒരു ദ്വീപുണ്ട്. അതിൻ്റെ പേര് ജംബുദ്വീപ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏഷ്യ എന്ന് പറയുന്ന വൻകര, ഇതിനെയാണ് ജംബുദ്വീപ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം. 450 വർഷങ്ങൾക്ക് മുമ്പ് പൂന്താൻ എഴുതി വെച്ചു. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? നമ്മളൊക്കെ വിചാരിച്ചു ഇത് പാശ്ചാത്യരാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന്. അല്ല, യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ട് നമ്മളെ പഠിപ്പിച്ചു, അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ചു. പൂന്താനം 450 കൊല്ലം മുമ്പ് എഴുതി വെച്ചെങ്കിൽ അതിനേക്കാൾ എത്രയോ മുമ്പ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. പൂന്താനം പഠിച്ചതും അറിവുള്ള മഹത്തുക്കൾ പറഞ്ഞു തന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സപ്തദ്വീപുകളുള്ളതിൽ എത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു. പിന്നെയും 7 ദ്വീപുകളുണ്ടെന്നാണ് പൂന്താനം പറയുന്നത്. അതിൽ 1,00,000 യോജനയുള്ള ജംബുദ്വീപാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നു, ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. 7 ദ്വീപുകളുണ്ട് എന്ന് അന്നേ അറിയാമായിരുന്നു. ഗലീലിയോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് പൂന്താനം. പൂന്താനം ഒരു 30 വയസ്സിലായപ്പോഴേക്കും ഗലീലിയോ ജീവിച്ചിട്ടുണ്ടാവുക. അവർ ജീവിച്ച വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ 9 ഖണ്ഡങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഉത്തമമാണ് ഭാരതഖണ്ഡം. ഈ ഏഷ്യ എന്ന വൻകര, അതായത് ജംബുദ്വീപ് എന്ന് പറയുന്ന ഈ വൻകരയിലെ 9 ഖണ്ഡങ്ങളായിട്ട് ഭാവിച്ചതിൽ ഏറ്റവും ഉത്തമമാണ് ഭാരതം. എന്നാലോചിച്ച് നോക്കൂ. അന്ന കാലത്ത് അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. 450 വർഷം മുമ്പ് അടുത്ത് അത് മലയാളത്തിൽ എഴുതി വെച്ചു. അതിനു മുമ്പ് ഇത് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വന്മാരതൊക്കെ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കാർക്കും അറിയാനായിട്ട് ഇത് മലയാളത്തിൽ എഴുതി വെച്ചില്ല. ഇത് ഇദ്ദേഹമാണ് മലയാളത്തിൽ എഴുതി വെച്ചത്. അതുകൊണ്ട് സമ്മതനായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രം എന്നല്ലോ പറയുന്നു. ഭാരതഭൂമിയെ കർമ്മക്ഷേത്രമെന്നും കേരള ഭൂമിയെ പരശുരാമ ക്ഷേത്രമെന്നുമാണ് പറയുന്നത് പുരാണങ്ങളിൽ. പരശുരാമ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരശുരാമൻ ഉണ്ടാക്കിയ ഭൂമി, അതാണ് കേരളം. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാരതം. പിന്നെ ഭാരതമായ ഗണ്ഡമൊഴിക്കുള്ള പാഴിലെങ്ങും എഴുതല്ല നിർണയം. എന്ത്? കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തണമെങ്കിലും ഈ മനുഷ്യജന്മം ഉണ്ടായി അതിലൂടെ കർമ്മം ചെയ്ത് മുക്തി ലഭിക്കുവാൻ ഈ 14 ലോകങ്ങളിലും ഭൂമിയിൽ വരണം. ആ ഭൂമിയിൽ ഈ ജംബുദ്വീപിൽ വരണം. ആ ജംബുദ്വീപിൽ 9 ഖണ്ഡങ്ങളുണ്ട്. അതിൽ ഭാരതഖണ്ഡത്തിൽ വരണം. പിന്നെയോ അതിൽ ഉത്തമമായ പ്രദേശമാണ് ഈ ഭാർഗവഭൂമി, അതായത് നമ്മുടെ കേരളം. യുഗം 4 നല്ലു കലിയുഗം. 4 യുഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ യുഗത്തിലും 60,000 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ത്രേതായുഗത്തിൽ മുക്തി നേടിയിരുന്നത്. പിന്നീട് യാഗങ്ങൾ ചെയ്തിട്ടാണ് ത്രേതായുഗത്തിൽ. അതുപോലെ ഈ യുഗത്തില്, കലിയുഗത്തില് തിരുനാമ സങ്കീർത്തനം കൊണ്ട് നമുക്ക് മുക്തി നേടാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം മാത്രം ജപിച്ചാൽ മതി. തിരുനാമങ്ങൾ അനവധിയുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ തന്നെ നമുക്ക് മുക്തി ലഭിക്കാം. 14 ലോകങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ള വൻകരകളുടെ എണ്ണത്തിൽ ഏറ്റവും ഉത്തമമായ ജംബുദ്വീപിലാണ് നമ്മളുള്ളത്. ആ ജംബുദ്വീപിൽ 9 ഖണ്ഡങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഭാരതഖണ്ഡത്തിലാണ് നമ്മൾ. അതിൽ നമ്മൾ കേരളത്തിലാണ്, പരശുരാമ ഭൂമിയിലാണുള്ളത്. ഇനിയോ യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ഈ കലിയുഗത്തിലാണ് തിരുനാമ സങ്കീർത്തനം കൊണ്ട് മുക്തി വരുത്താൻ ഏറ്റവും എളുപ്പം. അതുകൊണ്ട് നിങ്ങൾ കീർത്തിച്ചിടുക തിരുനാമം. തിരുനാമ സങ്കീർത്തമെന്നീ മറ്റില്ലേതുമേ യജ്ഞമറിഞ്ഞാലും. എന്തെല്ലാം യജ്ഞങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ പൂർവികര് മോക്ഷം നേടിയിരുന്നത്. എന്നാൽ കലിയുഗത്തില് തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മുക്തി നേടാം. അത് ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6-ലുമുള്ളവരും മറ്റു ഖണ്ഡത്തിൽ 8-ലുമുള്ളവരും മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലാകയാൽ. എന്നാലോചിച്ച് നോക്കൂ. മറ്റു 13 ലോകത്തിലുള്ളവരും മറ്റ് 8 ഖണ്ഡത്തിലുള്ളവരും മറ്റ് 6 ദ്വീപുകളിലുള്ളവരും മറ്റു 3 യുഗത്തിൽ ജീവിച്ചവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലാകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലികാലം കൈവണങ്ങിയിടുന്നു. കലിയെ തന്നെ കൈവണങ്ങുന്നു. കാരണം എന്താണ്? എനിക്ക് നാമം ചൊല്ലിയാൽ തന്നെ മുക്തി ലഭിക്കാം, മോക്ഷം ലഭിക്കാം. അപ്പൊ അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ, യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്നാണ് പറയുന്നത്. ഒരു പുല്ലായിട്ടെങ്കിലും എനിക്ക് ജനിക്കാൻ ഈ കലിയുഗത്തിൽ സാധിച്ചാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് പുല്ലാനം പറയുന്നു. ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം.
നമ്മൾ മനുഷ്യനായി പല പല ജന്മങ്ങളെടുത്ത് അജമായി, ഗജമായി, മരമായി, മൃഗമായി, അങ്ങനെ പല പല ജന്മങ്ങളെടുത്ത് ചെയ്ത ഏതോ കർമ്മത്തില്, ഏതോ ജന്മത്തില് പുണ്യകർമ്മത്തിന്റെ ഫലമായി മനുഷ്യജന്മം സിദ്ധിച്ച് ആ മനുഷ്യജന്മത്തില് ഈ ഭൂമിയിൽ വന്ന് കിടക്കാൻ സാധിച്ചത്, ഈ വൻകരയിൽ, ഈ ജമ്പുദ്വീപിൽ വന്ന് കിടക്കാനായത്, ഈ 9 ഖണ്ഡത്തിൽ ഭാരതഭൂമിയിൽ, ഈ കേരള ക്ഷേത്രത്തിൽ ജനിക്കാൻ സാധിച്ചതും അതും കലിയുഗത്തിൽ വന്നത് എന്റെ ഭാഗ്യമാണ് എന്ന് പറയുന്നു. കാലം ഇന്ന് കലിയുഗമല്ലയോ? ഭാരതം ഈ പ്രദേശവുമല്ലയോ? നമ്മളെല്ലാം നന്മാരുമല്ലയോ? ചെമ്മീനായി നിരൂപിപ്പിനെല്ലാവരും ഹരിനാമങ്ങൾ ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് ഹരിനാമങ്ങൾ നാവും കൂടാതെ ജന്മമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിരുനാമങ്ങൾ നിർമ്മിച്ചിടുക. അപ്പോൾ നമ്മൾ പല പല ജന്മങ്ങൾ പല പല മൃഗങ്ങളായിട്ടാണ് ജനിച്ചത്. മനുഷ്യജന്മത്തിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അതാണ് പ്രധാനം പറയുന്നത്. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാൻ മനസ്സിലാകാതെ. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 1,00,000 വേണമെന്ന് ചിന്തിക്കും. എന്നിട്ടോ സത്യവുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് അധർമ്മം ചെയ്ത് ഇതൊന്നും സമ്പാദിക്കേണ്ട. നിങ്ങൾ മനുഷ്യജന്മം കിട്ടുമ്പോൾ നിങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്യുക, നിങ്ങൾക്ക് മോക്ഷം സിദ്ധിക്കും. ആ മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക എന്നാണ് പ്രധാനം പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ മഹത്ഗ്രന്ഥങ്ങളിൽ പല പല അധ്യായങ്ങളിൽ പല പല രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള സത്യം ബ്രഹ്മമാണ്. നേരത്തെ പറഞ്ഞു ഈ ലോകത്ത് ബാക്കിയുള്ള കാര്യത്തിനും മാറ്റമുണ്ടാകും. ചില വിദ്യയെന്ന് മായയെന്ന് പറയുന്നു. നമ്മൾക്ക് 4 യുഗങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനം ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തിന്? ഒരു 10 വർഷം മുമ്പുള്ള സാധനം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റില്ല. ഓരോന്നിനും മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർ. ഇത് നമ്മൾ ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വിദ്യ അറിയാത്തത് കൊണ്ട് വിദ്വാനം നടിക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ശരീരമല്ല, ഞാൻ ഈ ബ്രഹ്മമാണ്, എൻ്റെ ഉള്ളിൽ പഠിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന വിദ്യ പോലും അറിയാതെയാണ് മറ്റുള്ള വിദ്യകൾ അറിയാവുന്നവൻ വിദ്വാനം നടിക്കുന്നത് എന്നാണ് കൂട്ടാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ശരീരമല്ല, നിങ്ങൾക്ക് പഠിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന അത് മനസ്സിലാക്കുക. നമ്മളെല്ലാം കർമ്മബദ്ധരാണെന്നുള്ള രണ്ടാമത്തെ മനസ്സിലാക്കുക. നമ്മൾക്ക് ജന്മവും പുനർജന്മവും ഉണ്ട്. ആ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുനർജന്മങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പല പല ജന്മങ്ങൾക്ക് ശേഷം നമ്മൾക്ക് കിട്ടുന്ന മനുഷ്യജന്മത്തിൽ പുണ്യം ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് മോക്ഷം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിന് മോക്ഷം നേടാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭൂമിയിൽ തന്നെ ഒന്ന് പറക്കണം. 14 ലോകങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് ഭൂമി. ആ ഭൂമിയിൽ വന്ന് ജനിക്കാൻ സാധിക്കാത്ത ഭാഗ്യം. അതിൽ തന്നെ ജമ്പുദ്വീപ് എന്നുള്ള ദ്വീപിൽ വരെ ജനിക്കണം. മറ്റ് 7 ദ്വീപുകളിലുള്ളവർക്കും അത് സാധിക്കാത്ത കാര്യമാണ്. 7 ദ്വീപ്, മറ്റ് 6 ദ്വീപിൽ സാധിക്കാത്ത കാര്യം ജമ്പുദ്വീപിൽ ജനിച്ചാൽ നമുക്ക് സാധിക്കാം. അതിൽ 9 ഖണ്ഡങ്ങളുണ്ട്. അതിൽ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിക്കണം. 4 യുഗങ്ങളുണ്ട്. അതിൽ കലിയുഗത്തിൽ വന്ന് ജനിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം സാധിച്ചു. നല്ലനായി നമ്മൾ ജനിച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ മോക്ഷം സിദ്ധിക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ തിരുനാമങ്ങൾ സങ്കീർത്തനം ചെയ്ത് നമ്മൾ മോക്ഷം പ്രാപിക്കണം എന്ന ജീവിതതത്വമാണ് ജ്ഞാനപാനയിലൂടെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നുടെ നാവ് കൊണ്ടത് ധൃതിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവികൊണ്ടത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോകും. അതാണ് പ്രധാനം പറയുന്നത്. നമ്മൾക്ക് ഈ 14 ലോകങ്ങളിൽ നമുക്ക് ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചു. അതിലുള്ള 7 ഖണ്ഡങ്ങളിൽ നമ്മൾ ഈ ജമ്പുദ്വീപിൽ വന്ന് ജനിച്ചു. അതിലുള്ള 9 ഖണ്ഡങ്ങളിൽ നമ്മൾ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിച്ചു. അതിൽ ഭാർഗവഭൂമിയായി കേരളത്തിൽ ജനിച്ചു. 4 യുഗത്തിൽ നമ്മൾ കലിയുഗത്തിൽ വന്ന് ജനിച്ചു. നരനായി ജനിച്ചു. ഇത്രയും ഭാഗ്യം നമുക്ക് സിദ്ധിച്ചപ്പോൾ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് തന്നെ നമുക്ക് മോക്ഷപ്രാപ്തി നേടണം. ആ മോക്ഷപ്രാപ്തി നേടാനായി തിരുനാമ സങ്കീർത്തനം അല്ലാതെ വേറൊരു വഴിയില്ല കലിയുഗത്തിൽ. അതുകൊണ്ട് എണ്ണമറ്റ തിരുനാമങ്ങളുള്ളതിൽ ഒന്ന് മാത്രമെങ്കിലും ഒരിക്കൽ ഒരു ദിനം മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും അതല്ലെങ്കിൽ ഒരിക്കലും ഒരു ദിനം ചെവി കൊണ്ടത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. ശ്രീധരാചാര്യൻ താനും പറഞ്ഞത് വാദരായണൻ താനും വല്ല ചെയ്തു. നമുക്ക് അറിവുള്ള മഹത്തുക്കളല്ല ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്.
ഗീതയും പറഞ്ഞിടുന്നത് ഇങ്ങനെയും ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആമോദം കൊണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം കൊണ്ട് ബ്രഹ്മത്തിൽ ചെയ്യുവാൻ, ആ ബ്രഹ്മത്തിൽ ലയിക്കുവാനായിട്ട് ആമോദം കൊണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിലും തിരുനാമത്തിൽ മഹാത്മ്യമായാലും പിഴയാകിലും പിഴകിടന്നാകിലും തിരുവുള്ള മരുവിന്റെ ഭഗവാന്, തിരുവുള്ള മരുവിന്റെ ഭഗവാന്, ഈ കുറച്ച് സമയം കൊണ്ട് ഈ ജ്ഞാനപ്പാനയുടെ തത്വം പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ ഒന്നും പറയാൻ സാധിച്ചില്ല, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ജ്ഞാനപ്പാന നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, അതല്ലെങ്കിൽ എല്ലാവരും മൊബൈലിൽ കേൾക്കാൻ സാധിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കേൾക്കുക. കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാരാംശം ഇനിയും കൂടുതൽ മനസ്സിലാകും. ആ ആധ്യാത്മിക ജ്ഞാനം നിങ്ങൾ വളർത്തുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.